ജാനേമൻ എന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന സർവൈവൽ ത്രില്ലറിനെ കുറിച്ചാണ് ഇന്ന്. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല. ഒറ്റ വാക്കിൽ ഗംഭീര പടം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. മലയാളത്തിൽ ഇങ്ങനെ സർവൈവൽ ത്രില്ലറുകൾ വരുന്നത് വളരെ അപൂർവമാണ്. വന്നപ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാവുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ്. അതും ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ്. സൂപ്പർ താരങ്ങളൊന്നുമില്ലാത്ത ഒരു സിനിമ തിയേറ്ററിൽ ഇങ്ങനെ ഹൗസ്ഫുൾ ആയിട്ട് വലിയ ആരവത്തിനിടയിൽ കാണുക എന്നത് തന്നെ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരുന്നു. 2006 നടന്ന യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി രചിച്ച തിരക്കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. പ്ലോട്ട് എന്താണെന്നുള്ളതൊക്കെ എല്ലാവരും ഏകദേശം അറിഞ്ഞു തന്നെയാണ്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു പടം കാണാനുള്ള ഏറ്റവും വലിയ ഒരു തോന്നൽ എന്ന് തന്നെ പറയാം. പോസിറ്റീവ്സ് പറയുമ്പോൾ ഗംഭീര മേക്കിംഗ്, അതായത് എക്സിക്യൂഷൻ തന്നെയാണ് സിനിമയുടെ ആദ്യത്തെ കരുത്തായിട്ട് പറയാനുള്ളത്. ഈ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല, അതിങ്ങനെ ചിത്രീകരിച്ച് മാത്രമേ ഫലിപ്പിക്കാനാവുകയുള്ളൂ. അത് ഗംഭീരമായി ഷൂട്ട് ചെയ്യുന്നതിൽ സിനിമ വിജയിച്ചിട്ടുമുണ്ട്. എങ്ങനെ ഇവരിത് ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് അത്ഭുതം. 1 വർഷത്തോളം എടുത്താണ് പടത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. അത് പടത്തിൽ കാണാനുമുണ്ട്. പടം തുടങ്ങി ഒരു 40 മിനിറ്റിന് ശേഷം നമ്മളിങ്ങനെ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലിംഗ് അനുഭവത്തിൽ ഇരിക്കുകയാണ്. അത് ഈ സിനിമ തീരുന്നത് വരെ അങ്ങ് തുടരുകയും ചെയ്യും. അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുന്ന പടം. പിന്നെ ഇതിലെ ഫ്രണ്ട്ഷിപ്പ്, ഇത് വെറും സൗഹൃദത്തിന്റെ കഥയല്ല, സൗഹൃദത്തിന്റെ ആഴത്തിന്റെ കഥയാണ്. അതും വെറും ആഴമല്ല, ലിറ്ററലി 1000 അടിയോളം ആഴമുള്ള, അങ്ങനെയല്ല, അതിൽ കൂടുതൽ ആഴമുള്ള സൗഹൃദം എന്ന് തന്നെ പറയാം. സത്യത്തിൽ മഞ്ഞുമൽ സുഭാഷ് ഭാഗ്യവാനാണ് ഇത്രയും നല്ല സുഹൃത്തുക്കളെ കിട്ടിയതിൽ. സിനിമ അവസാനിക്കുമ്പോഴേക്കും നമ്മളും വളരെ ഇമോഷണൽ ആകും. അത്രയ്ക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നതും സിനിമയുടെ കഥ പറച്ചിലും ഒക്കെ. നമ്മളെല്ലാവരും ഇതുപോലെ കൂട്ടുകാരോടൊത്ത് ടൂറൊക്കെ പോകാറുള്ളതാണ്. പക്ഷെ പടം കണ്ടിറങ്ങുമ്പോൾ ഇനിയൊന്ന് ടൂർ പോകാൻ നമുക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നുമെന്നുള്ളത് സത്യമാണ് കേട്ടോ. ഇനി അഭിനയിച്ച ഓരോരുത്തരുടെയും ഗംഭീര പെർഫോമൻസും സിനിമയുടെ പോസിറ്റീവ്സ് തന്നെയാണ്. പ്രത്യേകിച്ച് സൗബിൻ, ഷാഹിർ, അതുപോലെ ശ്രീനാഥ് ഭാസി എന്നിവരുടേത് എടുത്തു തന്നെ പറയണം. സൗബിനാണ് ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ശക്തമായ തിരിച്ചുവരവാണെന്ന് പറയാം. അതിന് പ്രത്യേക കാരണമുണ്ട് കൈയ്യടി കിട്ടാൻ വേണ്ടി, അത് പടം കണ്ട് മനസ്സിലാക്കുക. അതുപോലെ ശ്രീനാഥ് ഭാസിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ റോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാൻ തന്നെയുണ്ട്. ദീപക് പറമ്പോലിന്റെ പെർഫോമൻസും ഗംഭീരമാണ്, എടുത്തു പറയണം. അവരുടെ മാത്രമല്ല കേട്ടോ, പടത്തിൽ അഭിനയിച്ച എല്ലാവരും സൂപ്പർ ആയിരുന്നു. ഗണപതി, ഖാലിദ് റഹ്മാൻ, അഭിരാം രാധാകൃഷ്ണൻ, ജീൻ പോൾ ലാൽ, ബാലു വർഗീസ്, ചന്തു സലിം കുമാർ, അരുൺ കുര്യൻ, പിന്നെ ജോർജ് മരിയൻ ഉൾപ്പെടെയുള്ള തമിഴ് താരങ്ങൾ എല്ലാവരും. ബാക്കി എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്, എല്ലാവരുടെയും എനിക്ക് പേരറിയില്ല. മച്ചന്മാരെ നിങ്ങൾ എല്ലാവരും കിടുവായിരുന്നു. സുഷീൻ ശ്യാമിന്റെ മ്യൂസിക് പടത്തിന്റെ ആത്മാവ് തന്നെയാണ്. പടത്തിന്റെ ഓരോ ഇമോഷൻസിനും അനുസരിച്ച്, ഇപ്പോൾ ടെൻഷൻ ബിൽഡ് ചെയ്യുന്നതിൽ, അതുപോലെ ഇമോഷണലി നമ്മുടെ ഉള്ളിലയ്ക്കുന്നതിൽ ഒക്കെ പശ്ചാത്തല സംഗീതവും പാട്ടുകളും വഹിച്ച പങ്ക് പറയാതെ വയ്യ. അതോടൊപ്പം ഇളയരാജയുടെ ഗുണയിലെ കൺമണി അൻപോട് എന്ന പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇങ്ങനെ ജാനകിയമ്മയുടെ ശബ്ദം ഈ കാലത്ത് തിയേറ്ററിൽ വലിയ രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അവിടേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി മാറുന്നുണ്ട്. ഇതിന്റെ ഒരു സൗണ്ട് ഡിസൈനും അതുപോലെ സൗണ്ട് മിക്സിങ്ങും എടുത്തു തന്നെ പറയണം. അത് ചെയ്ത മച്ചാന്മാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടതുണ്ട്. കിടു സൗണ്ട് ഡിസൈൻ ആയിരുന്നു. DOP ഷൈജു ഖാലിദാണ്. ഒന്നും പറയാനില്ല, ഗംഭീര ഛായാഗ്രഹണമാണ്. പ്രത്യേകിച്ച് ആ റെസ്ക്യൂ സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെയാണ്. എഡിറ്റർ വിവേക് ഹർഷനും പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. എനിക്ക് പടം തുടങ്ങി ആദ്യത്തെ ഒരു 40 മിനിറ്റ് ആ ഒരു മെയിൻ സംഭവത്തിലേക്ക് വരുന്നത് വരെയുള്ള ഭാഗത്ത് ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്തു. ലാഗ് എന്ന് പറഞ്ഞൊക്കെയില്ല, അവിടെ കുറച്ച് പാട്ടും അവരുടെ ഇൻട്രോ ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഭയങ്കര ലാഗ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിങ്ങനെ മെയിൻ സംഭവം എപ്പം വരും എന്ന് കാത്തിരുന്നത് കൊണ്ടാവാം. സത്യത്തിൽ കാണുന്നവരെ, മക്കളെ നിങ്ങളൊന്ന് സമാധാനിക്കുക, വടിയെടുക്കാൻ പോയിട്ടേ ഉള്ളൂ എന്ന രീതിയിലൊന്ന് സോപ്പിട്ട് തുടങ്ങുന്നു എന്ന് മാത്രം. അതിനും കൂടെ സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നോ, വളരെ സ്കേറി ആയിട്ടുള്ള, നെയിൽ ബൈറ്റിംഗ് ആയിട്ടുള്ള രണ്ടാം പകുതി തന്നെയാണ് സിനിമയ്ക്കുള്ളത്. ആകെ മൊത്തത്തിൽ ഈ സിനിമ ഒരു ഇന്റർനാഷണൽ സർവൈവൽ ത്രില്ലറുകളൊക്കെ കണ്ടു വളർന്നവർക്ക് പോലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കിടുക്കനായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ആക്ച്വലി മലയാളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലറുകളിൽ ഒന്ന് എന്ന് നമ്മൾ ഓരോ മലയാളികൾക്കും അഭിമാനപൂർവ്വം പറയാവുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് തന്നെയാണ്. നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ തന്നെ പടം കാണുക. മസ്റ്റ് വാച്ച് എന്ന് മാത്രമല്ല, ഞാൻ ഇതിന് 4.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകിയ ഒരു മാസ്റ്റർ പീസ് ആണെന്ന് തന്നെ പറയും. ഈ പടം മലയാള സിനിമയെ വീണ്ടും വാനോളം ഉയർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളി റിവ്യൂസ് അല്ല, മറ്റു ഭാഷകളിൽ നിന്നുള്ള റിവ്യൂവേഴ്സ് ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് എങ്ങനെയെന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. സോ ഒന്നും ആലോചിക്കേണ്ട മക്കളെ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടോ. ആൻഡ് ചിദംബരം ആൻഡ് വോൾ മഞ്ഞുമൽ ടീം, വി ആർ സോ പ്രൗഡ് ഓഫ് യു. കൺഗ്രാറ്റുലേഷൻസ്.